ഇന്നിവിടെ ഗോവർദ്ധൻ പൂജയാണ്. ഗോവർദ്ധൻ പൂജ ദീപാവലി കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ദിവസം അവിടെ ചെയ്യുന്നത്. ശ്രീകൃഷ്ണൻ ഈ ചെറിയ വിരലില് ഗോവർദ്ധൻ മല പൊക്കി എന്നല്ലേ പ്രമാണം, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ശ്രീകൃഷ്ണൻ മറ്റേ ഗോവർദ്ധൻ പർവ്വത് ഇങ്ങനെ വിരലില് പൊക്കിയെടുത്തില്ലേ, ഇതിന്റെ ഐതിഹ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവര്. അപ്പൊ ഇതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഗോവർദ്ധനാണ്. ഗോവർദ്ധൻ മഹാരാജനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് തല, ഇത് 2 കൈ, ഇത് കാല്. ഈ ഇരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. ഇത് പശുക്കളാണ് ഇതിന്റെ 2 സൈഡിലും കാണുന്നത്. ഇത് പശുക്കള്. ഇത് ഈ ഇലകളൊക്കെ ഇട്ട് അവരിത് എന്താ പറയുന്നതെന്ന് വെച്ചാല് പർവ്വതം പൊക്കിയില്ലേ, അതിനെ ചിത്രീകരിക്കുന്നതാണ് ഇത്. ഈ ഇലകളൊക്കെ ഇട്ട് അതാണ് കാണിച്ചിരിക്കുന്നത്. പർവ്വതത്തിന്റെ സിഗ്നലായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇവിടെ രാത്രിയായി കേട്ടോ, അതുകൊണ്ടാണ് വെട്ടം കുറച്ച് കുറവായിരിക്കും. രാത്രിയിലാണ് അവരിത് പൂജ ചെയ്യുന്നത്. ഇപ്പൊ രാത്രിയിൽ ഒരു 6 മണിയൊക്കെ ആവുന്ന സമയത്ത് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് രാത്രിയിൽ പൂജ ചെയ്യും. അപ്പൊ കല്യാണം കഴിഞ്ഞ ആണുങ്ങൾ മാത്രമേ പൂജ ചെയ്യുള്ളൂ ഇതിനകത്ത്. അപ്പം ഇത് പൂജ ചെയ്തിട്ട് നാളെ രാവിലെ ഇത് വിസർജനം നടത്തും. നാളെ രാവിലെ ഒരു പൂജകൾ ചെയ്തിട്ട് അവർ വിസർജനം നടത്തുന്ന വെച്ചാൽ ഇത് എടുത്തിട്ട് കുഴച്ച് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് അത് പിന്നെ കത്തിക്കും അവര്. എന്നിട്ട് അതാണ് വിസർജനം എന്ന് പറയുന്നത്. ഇത് എന്നിട്ട് ഇങ്ങനെ വിസർജനം നടത്തും. ഈ കാണുന്നത് വീടാണ്. അതായത് ഇത് പില്ലറ്, ഈ കാണുന്ന 4 പില്ലറും ഇതിങ്ങനെ വീടും. അപ്പം അതിന്റെ അതായത് ആ ഗോവർദ്ധൻ പർവ്വതം ഇങ്ങനെ കയ്യിൽ പൊക്കിയില്ല, അപ്പൊ അതിന്റെ കീഴിലുള്ള ആൾക്കാർ സുരക്ഷിതരായിട്ട് നിന്നു എന്നുള്ളതിന്റെ പ്രതീകമായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതിന്റെ കീഴിലുള്ള ആൾക്കാർ അത്രയും പേര് സുരക്ഷിതരായിരുന്നു എന്നുള്ളതിന്റെ പ്രതീകം അതാണിത്. മഴയുടെ ദേവനായിരുന്ന ഇന്ദ്രനെ പൂജിക്കാറുണ്ടായിരുന്ന ഗോകുലത്തില് ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രപൂജ നിർത്തിവെച്ചു. ഇതിൽ കോപാകുലനായ ഇന്ദ്രൻ ഗോകുലത്തിൽ അതിശക്തമായ മഴ പെയ്യിച്ചു. ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തി ഗോകുലത്തിന് മുകളിൽ ഒരു കുടയായി പിടിച്ച് ശ്രീകൃഷ്ണൻ ഗോകുലവാസികളെ രക്ഷിച്ചു. അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് അവര് ഗോവർദ്ധന പൂജ നടത്തുന്നത്. അപ്പം ഈ ഒരു കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഐതിഹ്യം വെച്ചിട്ടാണ് ഇവിടെ ഇത് നടത്തുന്നത്. ഇന്നത്തെ പ്രസാദം ഇത് അവിടെ പിന്നെ താഴെ ഗോവർദ്ധന്റെ അവിടെ പൂജ ചെയ്തതാണ്. ഇത് അവിടെ വെച്ചിട്ട് അവരിത് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് വെക്കും. അവിടെ കൊണ്ട് വെച്ചിട്ട് ഇതും കൂടെ വെച്ചിട്ട് അവർ ഭോഗ് ചടാന എന്നാ പറയുന്നത്. അതായത് ഇത് അവിടെ കൊണ്ട് വെച്ചിട്ട് ഇതും കൂടെ വെച്ചിട്ടാണ് ഇത് കഴിക്കാൻ കൊടുക്കുന്നതായിട്ട് അവർ സങ്കല്പിച്ചിട്ട് ഇതും കൂടെ വെച്ചിട്ട് പൂജ ചെയ്യും. പൂജ ചെയ്തിട്ട് കിട്ടിയ പ്രസാദം ഇത്. എല്ലാ പ്രാവശ്യം പൂരിയല്ലേ കിട്ടുന്നേ, ഇപ്രാവശ്യം പൂരിയല്ല, ഇത് കച്ചോരി എന്ന് പറയും. അതായത് ഇതിനകത്ത് ഡാലും ആലും വെച്ചിട്ടുള്ള സ്റ്റഫിങ് ആണ്. എന്നിട്ട് അത് പിന്നെ എണ്ണയിൽ പൂരി പോലെ വറുത്ത് കോരിയതാണ് കേട്ടോ. അതായത് വേണ്ട സ്റ്റഫിങ് വേണ്ട, ഇതേപോലെ സ്റ്റഫിങ് ആയിട്ടാണ് കിട്ടുന്നത്. വേണ്ട, അതുകൊണ്ട് ഇതിനെ കച്ചോരി എന്നാ പറയുന്നത്, കച്ചോരി. അപ്പം ഇതാണ് ഇന്നത്തെ പ്രസാദം. അപ്പൊ ഇത് പ്രസാദം തന്നിട്ട് അവർ പറഞ്ഞ എന്താണെന്നറിയോ, പെണ്ണുങ്ങൾ കഴിച്ചുകൂടാ ഈ പ്രസാദം. അവിടെ വെച്ചിട്ട് പൂജിച്ചിട്ട് എടുത്ത ഈ പ്രസാദം ഇല്ലേ, പെണ്ണുങ്ങൾ കഴിച്ചുകൂടാ. ഇത് കഴിക്കുന്നത് ആണുങ്ങളാ. ആൺകുട്ടികളും ആണുങ്ങളും മാത്രമേ കഴിക്കാവുള്ളൂ. അവിടെ എത്ര എണ്ണം അവര് 8 എണ്ണമാണ് താഴെ വെച്ച് 9 എണ്ണം താഴെ വെച്ചിട്ട് പൂജ ചെയ്തത്. ആ 9 എണ്ണവും കഴിക്കുന്നത് കാണാം ആണുങ്ങളായിരിക്കും, പെണ്ണുങ്ങൾ കഴിക്കാൻ പാടില്ല.